ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഇഫ്താറിനൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന തരിക്കഞ്ഞിയാണ്. ഈ ഒരു തരിക്കഞ്ഞി നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗീ നല്ലവണ്ണം മെൽറ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഗീ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളി നല്ലവണ്ണം ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയുള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു കാഷ്യൂയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കാഷ്യൂവിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസും കാഷ്യൂ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കിസ്മിസ് ഒന്ന് റെഡിയായി വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കിസ്മിസ് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളവും പാലും കൂടെ ചേർത്ത് 3.5 കപ്പ് ആണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതിവിടെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു പാൽ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു തരിക്കഞ്ഞി റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു തിക്നെസ്സിലാണ് ഈ ഒരു തരിക്കഞ്ഞി വേണ്ടതെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണോളം റവ കൂടി കൂട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ റവ ഇതുപോലെ ഒരു കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. മറ്റേ കൈ കൊണ്ട് റവ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ചായിട്ട് വേണം റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കിട്ടില്ല. ഇനി ഇതുപോലെ ചേർത്ത് കൊടുക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് പാല് കുറച്ചൊന്ന് പൊങ്ങിക്കിടക്കുന്ന രൂപത്തിലും തരി ഒന്ന് താണി കിടക്കുന്ന രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ തരിക്കഞ്ഞി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ റവ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഈ ഒരു റവ കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അറിയാലോ റവയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഒരു 8 മിനിറ്റോളം ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ നമുക്ക് ഈ ഒരു റവ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ റവ ഇവിടെ കുക്കാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പും നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഈ ഒരു റവ നല്ലവണ്ണം ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ റവ ഇവിടെ നല്ലവണ്ണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണ് ഉള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുടിക്കാൻ പാകത്തിന് ചെറുതായിട്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം ഞാനിതിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു തരിക്കഞ്ഞി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു ലൂസിലാണ് ഇതിപ്പോൾ ഉള്ളത്. നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.